പൾസർ സുനിക്ക് എത്ര ശിക്ഷ കൊടുക്കുന്നു അതേ ശിക്ഷ തന്നെ ദിലീപിനും ഉണ്ടാവും. തുടക്കം മുതലേ ഈ കേസിൻ്റെ അന്വേഷണത്തിന് വലിയ വിഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ദിലീപിനെ സ്നേഹിക്കുന്ന സിനിമാക്കാരും. അത് ജയിലിൽ കിടന്ന സമയത്ത് പൾസർ സുനി തൻ്റെ സഹതടവുകാരനോട് കൊണ്ട് അയാളുടെ കയ്യക്ഷരത്തിൽ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് ദിലീപിനെ. ഇത് കൂടുതൽ ഒരു എവിഡൻസ് കൊടുക്കാനൊക്കെ ഇത്ര ദുരൂഹമായ ഒരു കേസിനകത്ത് അത് പോലീസിന് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റർ ആയതുകൊണ്ട് ആ DYSP കൃത്യമായിട്ട് അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്ത് കോടതി കൊടുത്തിട്ടുണ്ട്. ബാലേന്ദ്രകുമാറിനെ ദിലീപിൻ്റെ സുഹൃത്തല്ല എന്ന് അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിലീപിൻ്റെ ആത്മമിത്രമാണ്, സുഹൃത്താണ്. പൾസർ സുനി ജാമ്യം കിട്ടിയ ശേഷം കോടതിയിൽ വരുന്നത് വലിയ വില കൂടിയ കാറുകളിൽ തന്നെയാണ്. വില കൂടിയ ഷൂ 6,000-10,000 രൂപയുടെ ഷൂ കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സിലും ഒക്കെയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ജോലിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലും പണം വന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് തന്നെയല്ല, അമ്മ ഈ കേസിനകത്ത് ഒരു സാക്ഷിയാണ്. കേരളത്തെ പിടിച്ചു കുലുക്കിയ സമാനതകളില്ലാത്ത ഒരു കേസായിരുന്നു ഒരു സിനിമാ നടി ഓടുന്ന കാറിൽ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി എന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയതാകട്ടെ അതിനേക്കാൾ ഭീകരമായ സത്യങ്ങളും. അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കൊട്ടേഷൻ നൽകിയതും ഗൂഢാലോചന നടത്തിയതും നടൻ ദിലീപാണ് എന്ന കണ്ടെത്തൽ കേരളത്തെയും മലയാള സിനിമാ ലോകത്തെയും അതിനേക്കാൾ ഞെട്ടിച്ചു. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് കേരളത്തെ തന്നെ ഞെട്ടിച്ച ആ സംഭവം അരങ്ങേറുന്നത്. അങ്കമാലി അത്താണിക്ക് സമീപത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ മലയാള സിനിമയിലെ ഒരു യുവനടി ക്രൂരമായ അതിക്രമത്തിന് ഇരയായി എന്ന വാർത്ത കേട്ട കേരളമാകെ നടുങ്ങി. അന്നുവരെ മലയാളിക്ക് കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ കേസിലൂടെ ചുരുളഴിയപ്പെടാൻ പോകുന്നത് എന്ന് ആരും തിരിച്ചറിഞ്ഞുമില്ല. ആ രാത്രി പുലരും മുൻപ് കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണി പിടിയിലായി. പിന്നീട് അങ്ങോട്ട് അറസ്റ്റുകളുടെ പരമ്പര. ഒരാഴ്ചക്കകം തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച മുഖ്യപ്രതിയായ പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ കുമാറും പിടിയിലായി. സുനിയുടെ അറസ്റ്റോടെയാണ് കേരളത്തെ ശരിക്കും ഞെട്ടിച്ച സംഭവത്തിന്റെ യഥാർത്ഥ വിവരം പുറത്തുവരുന്നത്. 8.5 വർഷത്തോളം നീണ്ട കേസ്, അതിൽ തന്നെ 5 വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കേസിൽ നാളെ വിധി പറയുന്നത്. കേസിൽ 8ാം പ്രതിയായാണ് ദിലീപിനെ ചേർത്തിരിക്കുന്നത്. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം. ദിലീപിന്റെ കേസ് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. ജോർജ് ജോസഫ് സാറ് ഈ ഒരു കേസിന്റെ തുടക്കം മുതൽ അതിജീവിതയായ നടിക്കൊപ്പം നിലയുറപ്പിച്ച ആളുകൂടിയാണ്. സാറിന് ഈ കേസിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ടാകും. ജോർജ് ജോസഫ് സാർ, ഈ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്ന പേര് ദിലീപിൻ്റെതാണ്. കേസിൽ 8ാം പ്രതിയാണ് എങ്കിലും ദിലീപിന്റെ വിധി എന്താകുമെന്നറിയാനാണ് ജനങ്ങൾക്ക് ആകാംക്ഷ. ശരിക്കും ദിലീപിനെ കോടതി ശിക്ഷിക്കുമോ? പുറത്തു വന്ന തെളിവ് വെച്ച് നോക്കുമ്പോൾ ദിലീപിനെ ശിക്ഷിക്കാൻ തന്നെയാണ് സാധ്യത. പൾസർ സുനിക്ക് എത്ര ശിക്ഷ കൊടുക്കുന്നു അതേ ശിക്ഷ തന്നെ ദിലീപിനും ഉണ്ടാവും. കാരണം 120B ഗൂഢാലോചനയിൽ ആ ആസ്പെക്റ്റിലാണ് അദ്ദേഹത്തിന് പൾസർ സുനിയുടെ ഒപ്പം ശിക്ഷിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർ ചെയ്ത കുറ്റത്തിന് അതേ ശിക്ഷ തന്നെ ഗൂഢാലോചനക്കാരനും കൊടുക്കണം എന്നാണ് നിയമം പറയുന്നത്. പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്. നടൻ ദിലീപ് കുറ്റവാളിയാണ് എന്നോ നിരപരാധിയാണ് എന്നോ ഞങ്ങൾ വിധിക്കുന്നില്ല. നാളെ കോടതി തന്നെ അത് വിധിക്കട്ടെ. മുൻവിധിയോടുകൂടിയുള്ള ഒരു ഇന്റർവ്യൂവുമല്ല ഇത്. ദിലീപ് നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഇതാണ് നിലപാട്. ജോർജ് ജോസഫ് സാറ് ഈ കേസിന്റെ തുടക്കം മുതൽ അതിജീവിതയായ നടിയോടൊപ്പം ഉണ്ടായിരുന്നു. നിയമസഹായത്തിന് ആവശ്യമായ ഒരുപാട് ലോ പോയിന്റുകളും അദ്ദേഹം വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇത്ര വർഷത്തിനിടയിൽ പ്രേക്ഷകർക്ക് അതറിയാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോർജ് ജോസഫ് സാർ സംസാരിക്കുന്നത്. ഇത് നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ്. നാളെ ഒരുപക്ഷെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് ചർച്ച. അതല്ലാതെ ചാനലിന്റെ നിലപാടോ എൻ്റെ നിലപാടോ അല്ല. ദിലീപ് രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ രക്ഷപ്പെട്ടു വരട്ടെ, ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഇതാണ് നിലപാട്. അല്ലാതെ മറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല.
5 വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കേസിൽ നാളെ വിധി പറയുന്നത്. വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നൽകിയ സമയപരിധികളൊന്നും പാലിക്കാനും ഈ കേസിൽ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്തായിരുന്നു വിചാരണ ഇത്രയധികം നീണ്ടുപോകാനുണ്ടായ സാഹചര്യം? ദിലീപ് മലയാള സിനിമയിലെ ഏറ്റവും ലീഡ് ചെയ്ത ഒരു ആക്ടറാണ്. ധാരാളം സിനിമ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ നടന്മാർക്കും ദിലീപിനോട് വലിയ കടപ്പാടുണ്ട്. സാമ്പത്തികമായി നല്ല സ്ഥിതിയിലാണ് ദിലീപ്. കേസിൻ്റെ തുടക്കം മുതൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. അതിന് ഓരോ നിയമപ്രശ്നങ്ങൾ ഉയർത്തി ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദിലീപ് ശ്രമിച്ചു. അത് 2017 ഫെബ്രുവരിയിലാണല്ലോ ഈ കേസ് ഉണ്ടായത്. അതിനുശേഷം ആ കേസ് രജിസ്റ്റർ ചെയ്ത് 2017 ഫെബ്രുവരി 17 രാത്രിയിലാണ് ഈ സംഭവം. 18 നെടുമ്പാശ്ശേരി പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തു. തുടക്കം മുതലേ ഈ കേസിൻ്റെ അന്വേഷണത്തിന് വലിയ വിഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ദിലീപിനെ സ്നേഹിക്കുന്ന സിനിമാക്കാരും അതുപോലെ ദിലീപിൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും. നല്ല സാമ്പത്തികം ഉള്ളതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വക്കീലിനെ, ക്രിമിനൽ ലോയറെ തന്നെയാണ് അദ്ദേഹം ഏർപ്പാട് ചെയ്തത്. എന്ത് നിയമപ്രശ്നം ഉടൻ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ, സുപ്രീം കോടതി പോകും. അപ്പോൾ അതിൻ്റെ തീരുമാനം വരെ കേസ് നീണ്ടു നിൽക്കും. ദിലീപായതുകൊണ്ട് പല സാക്ഷികൾക്കും മൊഴി പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സിനിമാ രംഗത്തുള്ളവർ പലരും ദിലീപിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. പ്രൊഡ്യൂസർമാർ ധാരാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ പ്രൊഡ്യൂസർ രംഗത്തും അതുപോലെ തന്നെ ഷൂട്ടിംഗ് രംഗത്തും ഒക്കെയുള്ള പല ബിസിനസ് താല്പര്യമുള്ളവരെല്ലാവരും ദിലീപിനെ ആശ്രയിച്ച് നിൽക്കുന്നൊരു സന്ദർഭമായതുകൊണ്ട് ദിലീപ് നിരന്തരം നിയമപ്രശ്നം ഉയർത്തി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ തുടക്കം പോലെ ശ്രമിക്കുന്നത് കൊണ്ട് ആണ് ഇത്രയും ഡിലേ വന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ മാത്രം വിസ്തരിച്ചത് 109 ദിവസമാണ്. വളരെയധികം നീണ്ടുപോയ ഒരു വിസ്താരം എന്ന് വേണമെങ്കിൽ പറയാം. കേസിന്റെ വിധി പ്രസ്താവത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടോ? അതൊന്നും സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം കോടതി നോക്കേണ്ടത് തെളിവാണല്ലോ. പ്രോസിക്യൂഷൻ ബിജു പൗലോസിനെ എത്ര ദിവസം ചോദ്യം ചെയ്താലും അല്ലെങ്കിൽ എത്ര ദിവസം കോടതിയിൽ ക്രോസ് ചെയ്താലും അദ്ദേഹം കണ്ടെത്തിയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് തെറ്റിക്കാവുന്ന നോക്കിയാൽ നടക്കില്ല. അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ബിജു പൗലോസ്. ഈ കേസ് തുടക്കം മുതൽ ചാർജ് ഷീറ്റ് കൊടുത്ത് ട്രയൽ തീരുന്നിടം വരെ കൂടെ നിന്ന ഉദ്യോഗസ്ഥനാണ്. ബിജു പൗലോസ് കോടതിയിൽ അദ്ദേഹത്തിനെ അഡ്വക്കേറ്റ് രാമൻപിള്ള, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് വക്കീലന്മാരും ഏകദേശം 150 ദിവസത്തോളം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ക്രോസ് ചെയ്തു കോടതിയിൽ. പക്ഷെ അതിൽ നിന്ന് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദീർഘമായ ഒരു ചോദ്യം ചെയ്യലായിരുന്നു അത്. അത്ര ദീർഘിച്ച ഒരു ചോദ്യം ചെയ്യൽ കേരളത്തിലെ ഇൻവെസ്റ്റിഗേഷനിലെ ഓഫീസർമാർക്ക് ആരും നേരിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ കേസ് തുടക്കം മുതൽ അവസാനം വരെ അന്വേഷിച്ചത് അത് ബിജു പൗലോസ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ വളരെ ഷാർപ്പ് തന്നെയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു കേസിൽ ദിലീപിന്റെ പങ്ക് പറഞ്ഞത് 1-ാം പ്രതി സുനിൽകുമാർ എന്ന പൾസർ സുനിയാണ്. പിന്നീടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിലീപിനെ ശിക്ഷിക്കാൻ തക്ക തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? ദിലീപിനെ ശിക്ഷിക്കാനുള്ള ആവശ്യത്തിനുള്ള തെളിവുകൾ ഈ കേസിൽ വന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി കോടതിയുടെ മുമ്പിൽ വന്ന തെളിവുകൾ നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് ആ നടിയെ പീഡിപ്പിച്ച ദൃശ്യം അത് ദിലീപ് പറഞ്ഞിട്ടാണ് താൻ അത് ചെയ്തതെന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. സിനിമാ രംഗത്തുനിന്ന് ആ പെൺകുട്ടിയെ ഔട്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. ആ പെൺകുട്ടി മോശക്കാരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ദൃശ്യം ഈ കേസിലേക്ക് സൃഷ്ടിച്ചെടുത്തത്. അതിന് കോൺട്രാക്റ്റ് കൊടുക്കുകയായിരുന്നു പൾസർ സുനിക്ക്. ആ ദൃശ്യം പൾസർ സുനിയുടെ കയ്യിൽ നിന്ന് അതൊരു അഡ്വക്കേറ്റിൻ്റെ കയ്യിലേക്ക് കൈമാറി ലക്ഷ്യ എന്ന അവരുടെ ഓൺലൈനിലെ ക്ലോത്ത് സെയിൽസിൻ്റെ അവിടെ കൊടുത്തു എന്നാണ് വരുന്നത്. എന്തായാലും
അതിൻ്റെ കോപ്പി അത് ഡിജിറ്റൽ ആയിട്ടുള്ള കോപ്പി, ഒറിജിനൽ അല്ല, ഡിജിറ്റൽ തന്നെ. അപ്പം അത് ഈക്വൽ ടു ഒറിജിനൽ തന്നെയാണ്. എത്ര കോപ്പി നമ്മൾ ഡിജിറ്റലായിട്ട് ഒരു സാധനത്തിൻ്റെ എടുത്തോ അത് അത്രയും ഒറിജിനലായിട്ട് തന്നെ കണക്കാക്കും. അപ്പോൾ ഇതിനകത്ത് ദിലീപിൻ്റെ ഈ കേസിനകത്ത് ദിലീപിന് ഒരു കോപ്പി ലഭിച്ചിരുന്നു. ആ കോപ്പി പോലീസ് കണ്ടെടുത്തു. ആ കോപ്പി ഈ ബോംബെയിൽ കൊണ്ടുപോയി അവരുടെ ദിലീപിൻ്റെ ബ്രദർ അനൂപും മറ്റുള്ളവരുടെ മൊബൈൽ ഫോണിലുണ്ടായിരുന്നു. അത് ബോംബെ കൊണ്ടുപോയി അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഡിലീറ്റ് ചെയ്ത് പോലീസ് അത് വീണ്ടും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, ഇതിനകത്ത് ദിലീപിൻ്റെ ഈ കേസിനകത്ത് ഈ ദൃശ്യം അത് ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന് അദ്ദേഹത്തിൻ്റെ വളരെ സുഹൃത്തും ആത്മമിത്രവുമായ ബാലചന്ദ്രകുമാർ കോടതി പറയുകയുണ്ടായി. അദ്ദേഹം ഇപ്പം ഇല്ല, ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ബെഡ് റിഡനായിട്ട് കിടക്കുമ്പം അദ്ദേഹത്തിന് ആ സമയത്താണ് രാമൻപിള്ള ഓൺലൈനിൽ അദ്ദേഹത്തിനെ ക്രോസ് ചെയ്തത് തന്നെ. അതൊക്കെ ഒരു ഡൈയിങ് സ്റ്റേജിലായിരുന്ന സമയത്തും അദ്ദേഹത്തിനെ ക്രോസ് ചെയ്ത് ബെഡിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെയായിരുന്നു ആ കേസിൻ്റെ ക്രോസ് കംപ്ലീറ്റ് ചെയ്തത്. അതിനകത്ത് കൃത്യമായിട്ട് ബാലേന്ദ്രകുമാർ പറഞ്ഞു താന് ദിലീപിൻ്റെ സുഹൃത്താണ്, മിത്രമാണ്, ആ വീട്ടിൽ നിത്യസന്ദർശകനാണ്. ആ സന്ദർഭത്തിൽ ഈ ദൃശ്യം അവിടുത്തെ ഡിജിറ്റലായിട്ടുള്ള ആ ദൃശ്യത്തിൻ്റെ അവിടുത്തെ സ്ക്രീനിൽ ഇട്ടപ്പം താൻ അത് കണ്ടു എന്ന് മൊഴി കൊടുക്കുകയും ചെയ്തു. ആ കണ്ട സാധനം പിന്നീട് റിട്രീവ് ചെയ്ത് പോലീസ് എടുക്കുകയും ചെയ്തു. ഈ നടിയെ ആക്രമിച്ചത് കൊട്ടേഷൻ അല്ല എന്നും പൾസർ സുനി ചെയ്തതാണ് എന്നും ഒരു വാദമുണ്ട്. അത് ഈ കേസിൽ ഏതെങ്കിലും രീതിയിൽ നിർണായകമായിട്ടുണ്ടാകുമോ? അത് പൾസർ സുനി, അതിനകത്ത് ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. പൾസർ സുനി അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്ത് എന്തിനാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ? ആ നടിയോട് പണം ചോദിക്കണ്ടേ? പക്ഷേ അത് വേറൊരാൾക്ക് വേണ്ടി എടുത്തതാണ് എന്ന് കോടതിയിൽ നിന്ന് എവിഡൻസ് ഉണ്ട്. അത് ജയിലിൽ കിടന്ന സമയത്ത് പൾസർ സുനി തൻ്റെ സഹതടവുകാരനോട് കൊണ്ട് അയാളുടെ കയ്യക്ഷരത്തിൽ ലെറ്റർ അയച്ചിട്ടുണ്ട് ദിലീപിനെ. കാരണം ഈ ഒരു കോൺട്രാക്റ്റ് ആയിരുന്നല്ലോ അത്, ഇങ്ങനെ എടുത്തു കൊടുത്താൽ ഇത്ര കോടി രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പണം ലഭിക്കണം തനിക്ക് എന്ന് കരുതി അയാളൊരു ലെറ്റർ ജയിലിൽ കിടക്കുന്ന അയാൾ ദിലീപിനെ അയച്ചത് അത് ഈ കേസിൻ്റെ എവിഡൻസിലേക്ക് പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതും കോടതിയിലെ ഈ നടനെതിരായിട്ടുള്ള ശക്തമായ ഒരു തെളിവ് തന്നെയാണ്. പൾസർ സുനിക്ക് ദിലീപ് കൊടുത്ത കൊട്ടേഷനാണ് നടിയെ ആക്രമിച്ചതിലേക്ക് എത്തിയത് എന്നതിന് തെളിവില്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയും വാദമുണ്ട്. അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കോടതി വിധി ദിലീപിന് അനുകൂലമാകില്ലേ? അതൊന്നും സ്ഥാപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ഥാപിക്കപ്പെട്ടിട്ടുമില്ല. എൻ്റെ നിരീക്ഷണത്തിൽ കോടതിയിൽ അത് അക്കാര്യത്തിൽ ദിലീപിൻ്റെ വക്കീൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് കൂടുതൽ ഒരു എവിഡൻസ് കൊടുക്കാൻ ഒക്കില്ല. ഇത്ര ദുരൂഹമായ ഒരു കേസിനകത്ത് അത് പോലീസിന് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റർ ആയതുകൊണ്ട് ആ DYSP കൃത്യമായിട്ട് അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്ത് കോടതി കൊടുത്തിട്ടുണ്ട്. കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്ന മുഴുവൻ എവിഡൻസിലും അതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അത് അജകുമാർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, അദ്ദേഹം അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അത് ഫലവത്തായി എന്നാണ് ഞാൻ കരുതുന്നത്. ഈ മരിച്ചുപോയ സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ പറഞ്ഞതെല്ലാം പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെളിവുകൾ എന്ന പേരിൽ ചില ശബ്ദ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ കേസിൽ നിർണായകമായോ? ബാലേന്ദ്രകുമാറിനെ ദിലീപിൻ്റെ സുഹൃത്തല്ല എന്ന് അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിലീപിൻ്റെ ആത്മമിത്രമാണ്, സുഹൃത്താണ്. അവർ വളരെ വർഷങ്ങളായിട്ട് അടുത്ത് പെരുമാറുന്നവരാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം സത്യം കോടതി പറയാം എന്ന് പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് വിളിച്ചപ്പം അങ്ങനെ സത്യം കോടതി പറഞ്ഞു. സത്യത്തിൽ നിന്ന് അദ്ദേഹം മാറി സഞ്ചരിച്ചില്ല. അത് ദിലീപിന് വലിയ ദൂഷ്യം ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആഡംബര ജീവിതം നയിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളും കണ്ടതാണ്. സുനിയുടെ പിന്നിൽ പ്രബലരായ പലരും ഉണ്ടെന്നാണ് ആക്ഷേപം. കേസിലെ പ്രതികളല്ലാത്ത മറ്റാരോ ആണ് സുനിയെ സഹായിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് അനുമാനിക്കണോ? ഇത് വിധിയിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
അതൊന്നും കാരണം അത് കോടതിയിൽ അങ്ങനെ ഒരു എവിഡൻസിൻ്റെ ആവശ്യമില്ല. കാരണം കോടതി അത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പൾസർ സുനി ജാമ്യം കിട്ടിയ ശേഷം കോടതിയിൽ വരുന്നത് വലിയ വില കൂടിയ കാറുകളിൽ തന്നെയാണ്. വില കൂടിയ ഷൂവ് 6000 10,000 രൂപയുടെ ഷൂ കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സിലും ഒക്കെയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ജോലിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലും പണം വന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് തന്നെയല്ല, അമ്മ ഈ കേസിനകത്ത് ഒരു സാക്ഷിയാണ്. ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടാനൊരു ശ്രമം ജയിലിൽ കിടന്ന സമയത്തും ആ കോൺട്രാക്റ്റ് അനുസരിച്ച് ബാക്കി പണം കൂടെ വേണം എന്ന് തന്നെ ഒരു ഡിമാൻഡിൽ തന്നെയാണ് ഒന്നാം പ്രതിയെ പൾസർ സുനി നിന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനകത്ത് ആ 1 മുതൽ 7 വരെയുള്ള പ്രതികളിൽ അതിലൊരാൾ അപ്രൂവർ ആയിട്ടുണ്ട്, മാപ്പ് സാക്ഷിയായിട്ടുണ്ട്. അവർക്ക് ശിക്ഷ ഉറപ്പാണ്. കാരണം അതിനാ ദൃശ്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്, എവിഡൻസുകൾ വളരെ സ്ട്രോങ് ആണ്. ആ പെൺകുട്ടിയെ കാറിനകത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി അങ്ങ് അങ്കമാലി മുതൽ അവരുടെ കസ്റ്റഡിയിലാണ് ആ കാറ്. അപ്പോൾ അതൊരു അബ്ഡക്ഷനാണ്. തട്ടിക്കൊണ്ടുപോയി സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന സീനുകൾ റെക്കോർഡ് ചെയ്ത് കാറിനകത്ത് വെച്ച്. അതാണ് ആ കേസിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ ഇതുപോലൊരു സംഭവം, ഒരു സെക്ഷൽ ഒഫൻസ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് വ്യക്തികൾ ചെയ്യുന്നില്ല, അത് കോൺട്രാക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഇന്ത്യയിലെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാളെ വരെ. ഓക്കെ, മറ്റൊരു കാര്യമുള്ളത്, ഈ പെൻഡ്രൈവും ഹാഷ് വാല്യൂ ഒക്കെ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇതിൽ ഈ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവിന്റെ ഹാഷ് വാല്യൂ പലതവണ മാറി എന്നത് ഇരയുടെ സ്വകാര്യത ഹനിക്കുന്ന കാര്യമാണ്. കേസിന്റെ ഭാഗമല്ലെങ്കിലും ഇതിലും ഒരു നടപടി പ്രതീക്ഷിക്കാമോ? കാരണം കോടതി ജീവനക്കാർ ഉൾപ്പെടെ ഇതിൽ ആരോപിതർ ആണെന്നിരിക്കെ. അതിനെന്തായാലും 2018 ജനുവരിയിൽ അങ്കമാലി ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും 2018 ഡിസംബറിൽ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി ജില്ലാ സെഷൻസ് ഓഫീസിലും അതുപോലെ തന്നെ 2021 ട്രയൽ സമയത്ത് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലും ഇത് ആരോ ഈ തൊണ്ടി സാധനം, ഈ ദൃശ്യങ്ങൾ ആരോ കൈകാര്യം ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഹാഷ് വാല്യൂവിന് വ്യത്യാസം വന്നതായിട്ട് ഫോറൻസിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ ദൃശ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിൽ ഒറിജിനൽ ദൃശ്യത്തിൻ്റെ ഒരു കോപ്പി ഡിജിറ്റൽ എവിഡൻസിലുള്ളത് ഫോറൻസിക് ഓഫീസിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒറിജിനല് അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്തെങ്കിലും ഒറിജിനലിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നാണ് കോടതിയുടെ മുമ്പിലിരിക്കുന്ന തെളിവ്. ഇനി അടുത്ത ഭാഗം, നാളെ ഒരുപക്ഷെ ദിലീപിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അറസ്റ്റ് ഉണ്ടാകുമോ എന്നീ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.